പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പെന്തക്കോസ്തിക്ക് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയാണ് നാളെ. നമ്മൾ പെന്തക്കോസ്തിയുടെ കാലഘട്ടത്തിലാണ്. പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യുന്ന വിലപ്പെട്ടൊരു സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു വ്യക്തത കിട്ടാൻ ഇന്ന് രാത്രിയിൽ കർത്താവ് നമ്മെ സഹായിക്കും. ഞാൻ 2 ഞായറാഴ്ചകളെ കുറിച്ച് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 2 ഞായറാഴ്ചകളിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ച 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ വിഷയത്തിൽ വലിയ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാവാൻ നമ്മളെ സഹായിക്കും. 2 ഞായറാഴ്ച. ഒന്നാമത്തെ ഞായറാഴ്ച യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഒന്നാമത്തെ ഞായറാഴ്ച 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചനം. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. ബൈബിൾ ഉള്ളവര് ബൈബിളിൽ നോക്കുന്നു, അല്ലാത്തവര് എന്നെ ശ്രദ്ധിക്കുന്നു. യോഹന്നാൻ 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കുമ്പോൾ യേശു വന്ന് അവരുടെ മധ്യയിൽ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തന്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നോ അത് അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അത് അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും. ശ്രദ്ധിച്ചിരിക്കുക, അറിയാവുന്ന ഭാഗമായിരിക്കും, എങ്കിലും ശ്രദ്ധിക്കുക. ചോദ്യം നമ്പർ 1, ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? ഉത്തരം വേണം ചോദ്യത്തിന്, മിണ്ടാതിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾക്ക് കിട്ടിയത്? മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലുമാണ്. പിന്നീട് എപ്പോഴെങ്കിലും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? എപ്പോഴാണ്? പരിശുദ്ധ കുർബാനയിൽ എപ്പിക്ലേസിസ് എന്നൊരു ഭാഗമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന് വേണ്ടി പുരോഹിതൻ ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയാണ് കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. ആ പ്രാർത്ഥനയാണ് മലങ്കര സഭയുടെ വിശുദ്ധ കുർബാനയില് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടിയുള്ള പുരോഹിതന്റെ നിലവിളിയാണത്. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. അതിനു മുമ്പ് ശുശ്രൂഷകൻ ഇപ്രകാരം പ്രാർത്ഥിക്കും, എൻ്റെ സഹോദരങ്ങളെ ഇങ്ങനെ ഉറങ്ങിയിരിക്കാതെ എന്തെങ്കിലും പറയുക എന്നാണോ ശുശ്രൂഷകൻ പറയുന്നത്? എൻ്റെ സഹോദരങ്ങളെ എന്താ? ജീവനുള്ള പരിശുദ്ധരുക സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടെ ഇറങ്ങി സമർപ്പിതമായിരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ മേൽ ആവസിക്കുന്ന ഈ സമയം എത്രയോ ദിവ്യവും ഭക്തി ജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടെ നമ്മൾ അബോധാവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഇതൊന്നും കേൾക്കാറുമില്ല, ഭയഭക്തിയോടെ നിൽക്കാറുമില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ അച്ഛൻ ഇങ്ങനെ നീട്ടി വലിച്ചുകൊണ്ട് പോയാൽ ഇതെപ്പോൾ തീരുമെന്നാണ് നമ്മുടെ പലരുടെയും ഒരു ശരാശരി മലങ്കരക്കാരന്റെ ആകുലത. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ ചേച്ചി? ഉറങ്ങുന്ന ചേച്ചി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ശ്രദ്ധിച്ചേ. അപ്പൊ പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന. അപ്പോ പരിശുദ്ധാത്മാവ് വരുന്നുണ്ട്. അതൊക്കെ അറിയുന്നുണ്ടോ? വരുന്നുണ്ടോ? അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ, ഓരോരുത്തർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ചോദ്യം, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നീട് ഒരു പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ചോദ്യം ഇതാണ്. നിങ്ങൾ ഓൾറെഡി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. മാമോദീസ ഒരു കള്ളക്കഥ അല്ല. മാമോദീസ ഒരു കെട്ടുകഥയല്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മേൽ ശിരസിൽ വെള്ളമൊഴിച്ച് പുരോഹിതൻ ചെറിയ പ്രായത്തിൽ മാമോദീസായിൽ നമ്മെ കർത്താവിന് സമർപ്പിച്ചത് ഒരു കള്ളക്കഥ, കെട്ടുകഥ അല്ല. നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. പൗലോസ്ലീഹ പറയുന്നു, യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റണമെങ്കിൽ, നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണ്. ഒരു സംശയമില്ല.
അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം, എന്തിനാണ് വീണ്ടും ഒരു പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ചോദ്യം പിടികിട്ടിയോ? ഉത്തരമാണ് ഇന്നത്തെ ധ്യാനം. ശ്രദ്ധിച്ചിരിക്കുക. ഇതിനുള്ള ഉത്തരം ഞാൻ തരാൻ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഓൾറെഡി പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടും സ്വീകരിക്കുക? പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, ബാപ്റ്റിസം ഇൻ ദി ഹോളി സ്പിരിറ്റ്, എന്തിനാ ഇതൊക്കെ? അതെന്തിനാണ്? അത് ശ്രദ്ധിച്ചിരിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അതിന് ഉത്തരം തരാനുള്ള എൻ്റെ ഉദ്യമത്തിന്റെ ആദ്യ ഭാഗമാണ് ഈ ഒന്നാമത്തെ ഞായറാഴ്ച. ഈ ഒന്നാമത്തെ ഞായറാഴ്ച എന്നാണ്? ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്. എന്നാണത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ചയാണത്. അത് ഈസ്റ്റർ സൺഡേ ആണ്. മനസ്സിൽ നല്ലതുപോലെ എഴുതണം. പേപ്പറും പേനയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിൽ എഴുതണം. എന്താ എഴുതേണ്ടത്? ഒന്നാമത്തെ ഞായറാഴ്ച ഏത് ഞായറാഴ്ചയാണ്? ഈസ്റ്റർ ഞായറാഴ്ചയാണ്. ഈസ്റ്റർ സൺഡേയിലാണ് ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചു ദുഃഖവെള്ളിയാഴ്ച. ദുഃഖശനി കഴിഞ്ഞ് മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഞായറാഴ്ച. ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ചയുടെ അന്ന് വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഈസ്റ്റർ ഉയർപ്പ് ഞായറാഴ്ചയുടെ അന്ന് വൈകിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത, അവരെല്ലാം ജീവിതം കൈവിട്ടുപോയി എന്നൊരവസ്ഥയിലായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ജീവിതം തകർന്നു എന്ന ഒരു സങ്കടമായിരുന്നു. അവരുടെ ഹൃദയം നിറയെ വിഷാദമായിരുന്നു. കാൽവരിയുടെ കുരിശ്, ആ കുരിശിൽ 12 ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ തട്ടി തകർന്നതാണ്. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. ബാക്കി 11 ശിഷ്യന്മാർ, എന്നെ ശ്രദ്ധിക്കുക, 11 ശിഷ്യന്മാർ 11 ദിശകളിലേക്ക് ഓടിപ്പോയി. പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാർ, ഭയന്ന് കതകടച്ചൊളിച്ച് പാത്തിരുന്ന ശിഷ്യന്മാർ. ആ ശിഷ്യന്മാർക്ക് ആ സ്വപ്നങ്ങളെല്ലാം കാൽവരിയുടെ കുരിശിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം തട്ടി തകർന്ന് നശിപ്പിക്കപ്പെട്ട ആ അവസ്ഥയിലായിരിക്കുമ്പോ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ചോദ്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവും ഉയർപ്പിന് മുമ്പുള്ള ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചോദ്യം. അതായത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ഈശോയ്ക്കും ഉയർപ്പിന് മുമ്പുള്ള ഈശോയ്ക്കും തമ്മിൽ, മരിച്ച് കവറടക്കപ്പെട്ട അവസ്ഥയിൽ എത്തപ്പെട്ട അവിടം വരെയുള്ള ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് ഈശോയെ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ തറച്ചു കൊന്ന് കല്ലറെ കയറ്റി വെച്ചത് അതോർക്ക്, ആ ഈശോയും ഉയർത്തെഴുന്നേറ്റ ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഊമകളുടെ ധ്യാനമാണോ? ഉണ്ടോ? ഉണ്ട്. എന്താ വ്യത്യാസം? മറ്റേത് നല്ല സ്റ്റൈൽ ഈശോയാണ്. ഏതാ? ഉയർത്തെഴുന്നേറ്റ്. ഏതാ? എന്താ വ്യത്യാസം? എന്താ വ്യത്യാസം? അതായത് ശ്രദ്ധിക്കുക, അതായത് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മഗ്ദലന മറിയത്തിന് നേരത്തെ അറിയാവോ? മഗ്ദലന മറിയത്തിന് യേശുവിനെ നേരത്തെ അറിയാമോ? നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? ഞാൻ ഈ പറയുന്നതൊക്കെ മഗ്ദലന മറിയം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. ഇങ്ങനെ കല്ല് പോലിരിക്കുന്നു. മറ്റേ പാട്ട് പാടണോ? കല്ല് പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും. ശ്രദ്ധിക്കുക, അതായത് ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? മഗ്ദലന മറിയം എന്ന് പറയുന്ന ആൾക്ക് ഈ യേശുവിനെ നേരത്തെ അറിയാമോന്ന്? അറിയാം. ആ മഗ്ദലന മറിയത്തിന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ട് മനസ്സിലായോ? എടാ, അറിയാവുന്ന ഒരാളെ, സജിയച്ചൻ നാളെ രാവിലെ എഴുന്നേറ്റ് അവിടെ നിൽക്കുമ്പോ, അയ്യോ പുതിയ അച്ഛൻ പറയൂ. ആരെ അറിഞ്ഞില്ലേലും സജിയച്ചനെ നിങ്ങൾക്കറിയാം. പ്രത്യേകിച്ച് പള്ളി പണി നടക്കുന്ന സമയമായിട്ട് നല്ലപോലെ അറിയാം. പള്ളി വരാത്തവർക്ക് പോലും അറിയാം. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ച്, എടാ ഇന്നലെ വരെ കണ്ട ആളാണിത്. ഇന്ന് വൈകിട്ട് ധ്യാനം കഴിഞ്ഞ് നിങ്ങൾ പോയി, അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് വൈകിട്ട് നിങ്ങൾ ധ്യാനം കഴിഞ്ഞിട്ട് തിരിച്ചു പോയി കഴിഞ്ഞിട്ട് നാളെ രാവിലെ വരുമ്പോൾ അച്ഛൻ കുർബാന ഇരിക്കുമ്പോൾ അയ്യോ പുതിയ അച്ഛനാണോ എന്ന് നിങ്ങൾ പറയുമോ? പറയില്ല. കാരണം അച്ഛൻ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ. ശ്രദ്ധിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്നാൽ മഗ്ദലന മറിയത്തിന് 2 ദിവസം കഴിഞ്ഞ് 3-ാം ദിവസം യേശുവിനെ കണ്ടിട്ട് അപ്പൊ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോ ഉയർത്തെഴുന്നേക്കുന്നതിന് മുമ്പുള്ള ഈശോയ്ക്കും
ഉയർത്തെഴുന്നേറ്റ ഈശോയ്ക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം എന്താണ്? ഈശോയുടെ രൂപത്തിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. കണ്ടാ പെട്ടെന്ന് തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് യേശുവിനെ മനസ്സിലാകാതിരുന്നത്. തിബേരിയോസിന്റെ തീരത്ത്, തിബേരിയോസിന്റെ കടലിൽ, തിബേരിയോസ് തടാകത്തിൽ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് തീരത്ത് നിന്ന് യേശുവിനെ മനസ്സിലാവാതിരുന്നത് അതുകൊണ്ടാണ്. ശ്രദ്ധിക്കുക, ആ യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? മറ്റൊരു വ്യത്യാസം ഇതാണ്, ഞാൻ പറയാം അതിലേക്ക്. മറ്റൊരു വ്യത്യാസം ഇതാണ്, ഉയർക്കുന്നതിന് മുമ്പുള്ള ഈശോയ്ക്ക് കഥ കടച്ചിരുന്നാൽ വല്ലവരും വന്ന് കഥക് തുറക്കാതെ അകത്ത് കയറാൻ പറ്റത്തില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് കഥ കടച്ചിരിക്കുമ്പോ അതിനിടക്കൂടെ അവരുടെ ഇടയിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരത്തിന് എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. മഗ്ദല മറിയം, അയ്യോ എന്റെ കർത്താവെ പൊന്നെ ചക്കരയെന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോ തുടരുതെന്ന് പറഞ്ഞു. മനസ്സിലായോ? തുടരുത്, മാറിക്കാൻ പറഞ്ഞു. അത് പണ്ട് നല്ല മെനഞ്ഞാന്ന് വരെ കയറി പിടിക്കാൻ വരുന്ന പോലെ പിടിക്കാൻ വരരുത്, ഇത് ആള് വേറെ, തുടരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. യേശുവിന്റെ ശരീരം കഥ കടച്ചിരിക്കുമ്പോൾ അകത്ത് കയറാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആ ശരീരത്തിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാറ്റമാണ് മരിച്ചു കഴിഞ്ഞ് നിങ്ങളെങ്ങാനും ഉയർക്കുമെങ്കിൽ, ഉയർക്കും, എല്ലാവരും ഉയർക്കുമെങ്കിൽ നമ്മുടെ ശരീരത്തിനും വരാൻ പോകുന്ന മാറ്റം ഇതാണ്. ഇതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത്, ശരീരങ്ങളുടെ ഉയർപ്പിൽ, അല്ലേ? അങ്ങനെ ചൊല്ലുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചൊല്ലുന്നത് എന്താ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ശരി, വിശ്വാസ പ്രമാണത്തിന്റെ വേർഡിങ് എന്താണ്? ശരീരങ്ങളുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോ നമ്മുടെ ആത്മാവ് മാത്രമല്ല, ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഈ പേക്കോലം പിടിച്ച ശരീരമല്ല, മറിച്ച് നല്ല സ്റ്റാൻഡേർഡ് ശരീരം. എന്റെ ശരീരം എങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, നല്ല കിടിലൻ ശരീരമായിരിക്കും. അപ്പോ ആളെ പിടികിട്ടും, പക്ഷെ ആൾക്ക് ഭയങ്കര മാറ്റമായിരിക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ രൂപാന്തരപ്പെട്ട ശരീരമുള്ള ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു നിന്നു. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ വന്ന് നിന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാർക്ക് അതുവല്ലം കേൾക്കാൻ സമയമുണ്ടോ? അവര് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അതായത് വന്നിരിക്കുക, നമ്മൾ വിചാരിച്ചു വരത്തില്ലെന്ന്, വന്നിരിക്കുകയാണ്. ശിഷ്യന്മാരുടെ എക്സൈറ്റ്മെന്റ് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവര് കർത്താവ് വന്നടാ, ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ എല്ലാരും അവിടെ ഇപ്പൊ ഈ എല്ലാം പാത്തിരിക്കുന്നവന്മാരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് പാത്തിരിക്കുവാന്നോ? ഒരു വീട്ടിൽ എല്ലാവരും കൂടെ ഒളിച്ചിരിക്കും, തീവ്രവാദികൾ ഒളിച്ചിരിക്കുമ്പോ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഹല്ലേലൂയ പാടിയിടുന്നേ, അങ്ങനൊന്നും അല്ലെന്ന്. ഇത് ഒരുത്തൻ അവിടെ കിടന്നുറങ്ങുന്നു, ഒരുത്തൻ ഇങ്ങനെ ആലോചിച്ചു, എന്തിനോ കാര്യം, എന്തോരം അപ്പമായിരുന്നു ഉണ്ടായത് എന്നൊക്കെ അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നു. വേറൊരുത്തൻ ഇങ്ങനെ ഇരുന്ന് രണ്ടോമാരിരുന്നിട്ട് സങ്കടം പറയുന്നു. ഇവന് വീട്ടിൽ ചെന്നാൽ അവര് കയറ്റു, വീട്ടുകാരെല്ലാം തെറി വിളിച്ചിട്ട് ഇറങ്ങിയതാണ്, സെമിനാരി പോന്ന് പറഞ്ഞു, അതിന് വീട്ടിൽ ചെന്നാൽ വല്ലവരും കയറ്റു. അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്മാർ ഓരോരുത്തരും ഓരോ സൈഡിൽ, ചിലവന്മാർ കിടന്നുറങ്ങുന്നു, ചിലർ കട്ടും കീഴി ഒളിച്ചിരിക്കുന്നു, ചിലർ അടുക്കളയിൽ വല്ലോ കഞ്ഞിയെങ്കിലും ഉണ്ടാക്കി കുടിച്ചിട്ട് മരിക്കാം. അങ്ങനെയൊക്കെ എല്ലാരും അങ്ങനെ സെപ്പറേറ്റഡ്. അപ്പോഴാണ് ഒരുത്തൻ വന്നടാ, എല്ലാവരും കൂടെ പാഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ തൊടാനും, ശിഷ്യന്മാരല്ലേ അവര്, യേശുവിന്റെ കൂടെ ഒരേ പായെ കിടന്നുറങ്ങി ഒരേ പാത്രത്തിൽ നിന്നുണ്ട്, ഒത്തിരി സന്തോഷത്തിനും സ്നേഹത്തിനും കഴിഞ്ഞ ആളുകളാണ്. അപ്പൊ ഇവരിങ്ങനെ വന്നിട്ട് കർത്താവിനെ പൊതിഞ്ഞ് ഓരോരുത്തർ വന്നിട്ട് തൊട്ടൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് കാണിക്കുമ്പോൾ കർത്താവ് ചുമരുടെ തുടരുത്. കർത്താവ് മാറുകയാണ്, കാരണം ഇത് വേറെ ശരീരമാണ്. അത് മഗ്ദല മറിയത്തോടും പറഞ്ഞു തുടരില്ലെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, കർത്താവ് ഇതിനിടയ്ക്കാ പറയുന്നത് എന്താ? ചുമ്മാ ഇരിക്കെ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് ഇങ്ങനെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. യുവമാർക്ക് ഇത് കേൾക്കാൻ സമയമില്ല, അവരിങ്ങനെ തൊടാനും പിടിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുക. ആ സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞു, മര്യാദ ഇരിക്കാൻ പറഞ്ഞു. ഇനി വരാൻ പറഞ്ഞു അടുത്ത്. ശ്രദ്ധിക്കണേ, അടുത്തേക്ക് വിളിച്ചിട്ട് ഈശോ വചനം പറയുന്നു, അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. നിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനാണോ? അവരുടെ മേൽ, അതിന്റെ ഒറിജിനൽ ഇങ്ങനെയാണ്, ഹി ബ്രീത്ത്, ഊതി. എല്ലാരെയും കൂടെ വിളിച്ചിട്ട് പൊതുവായിട്ടൊരു ജനറൽ ഊതുക അല്ലായിരുന്നു, മറിച്ച് ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട്, അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ അവരുടെ മേൽ ഊതി. മലങ്കരക്കാർക്ക് എവിടെങ്കിലും വെച്ച് ഈ ഊത് പരിചയമുണ്ടോ? എവിടാ അത്? മാമോദീസായിൽ. നല്ല മെമ്മറിയാന്നല്ലോ. ഊതിയത് ഓർമ്മയുണ്ടോ? അല്ല, വല്ലവരുടെയും പിള്ളേരെ ഊതുന്നത് കണ്ടതാണ് അല്ലേ? അല്ല, നമ്മളെ ഊതിയത് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പോ കൊച്ചുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മാമോദീസയ്ക്ക് നിർത്തുമ്പോ അച്ഛൻ
ഊതും, കുരിശാകൃതിയിൽ ഊതും. അത് ഇതാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ ഓരോരുത്തരെയായിട്ട് അടുത്ത് വിളിച്ചിട്ട് അവരുടെ മേൽ ഊതിക്കൊണ്ട് നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഞായറാഴ്ച സംഭവിച്ചത്. ചോദ്യം, അപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? മാമോദീസായിൽ പുരോഹിതൻ ഇങ്ങനെ ഊതിയപ്പോൾ കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? ഇല്ലേ? സ്വീകരിച്ചു. ഈശോ ശിഷ്യന്മാരെ ഓരോരുത്തരെ വിളിച്ചിട്ട്, പത്രോസ് ആദ്യം പത്രോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? സ്വീകരിച്ചു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ ഗ്രീക്ക് പുസ്തകത്തിൽ, ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് അനുസരിച്ച് നിങ്ങൾ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തു സ്വീകരിക്കാൻ പറഞ്ഞോ അത് സ്വീകരിച്ചു എന്നാണ് ആ ഭാഷയുടെ ആ പ്രയോഗത്തിന്റെ അർത്ഥം. ശ്രദ്ധിച്ചേ. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. ഇത് പഠിക്കണം. പഠിച്ചാൽ ഒത്തിരി വ്യക്തത കിട്ടും. നിങ്ങൾ നല്ല സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് ക്ലിയർ ആവണം. അതുകൊണ്ടാണ് ഞാനിത് വിശദീകരിച്ച് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക, വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ബൈബിളിൽ മറ്റെവിടെങ്കിലും ഇതുപോലെ ആരെങ്കിലും ഊതിയിട്ടുണ്ടോ? ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണ്. ഇതാണ് ബൈബിള്. അതിനകത്ത് വല്ലവരും ഊതിയിട്ടുണ്ടോ? മക്കളെ, വല്ലവരും ഊതിയിട്ടുണ്ടോ? ആദ ഊതി. ആരെ? ഹവ്വായെ ഊതി. പിന്നെ പാമ്പിനെ ഊതി. പാമ്പ് ഊതി. പാമ്പ്. മണ്ണുകൊണ്ട് കർത്താവ് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിൽ ജീവശ്വാസം ഊതിക്കയറ്റി. ഊതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഈസ്റ്റർ ഞായറാഴ്ച ഉയർപ്പ് തിരുനാളിന്റെ അന്ന്, ആദ്യത്തെ ഈസ്റ്ററിന്റെ അന്ന് ഈശോ മിശിഹ തന്റെ കൂട്ടുകാരെ വിളിച്ച്, പുതിയ നിയമത്തിന്റെ മനുഷ്യരെ വിളിച്ച്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരെ വിളിച്ച് അവരെ ഓരോരുത്തരെയും അവരുടെ മേൽ ഊതി. അതിന്റെ അർത്ഥം, ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിന്റെ മേൽ ദൈവം ഊതി കയറ്റിയ ദൈവീക ജീവൻ പാപം ചെയ്ത് ആദവും ആദത്തിന്റെ സന്തതികളും നഷ്ടപ്പെടുത്തി കളഞ്ഞത്, കുരിശിൽ മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് ആ ദൈവിക ജീവൻ വീണ്ടും ഊതിക്കയറ്റുകയാണ്. ഇതാണ് ഈശോ ഈസ്റ്റർ ഞായറാഴ്ച ചെയ്തത്. ഇതാണ് മാമോദീസായിൽ സംഭവിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മാമോദീസായിൽ ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് എന്താണ് കിട്ടുന്നത്? ദൈവീക ജീവൻ കിട്ടുകയാണ്. ദൈവത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ, മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ നമ്മളെ കർത്താവ് അറിയത്തില്ലെന്ന് പറയത്തില്ല. കാരണം അവന്റെ ജീവൻ നമ്മുടെ അകത്ത് കിടക്കുകയാണ്. മലങ്കര സഭയുടെ കുർബാനയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനാഫറയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതായത്, കർത്താവേ ഇവരോട് കരുണയെ, മരിച്ചവരുടെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള അർത്ഥം വരുന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടെന്നാൽ നിന്റെ ശരീര രക്തങ്ങൾ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്വീകരിച്ച യേശുവിന്റെ ശരീരവും രക്തവും നമുക്ക് തന്ന ദൈവീക ജീവൻ നമ്മളിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ മാമോദീസായിൽ നമുക്ക് ദൈവം തന്ന ദൈവീക ജീവൻ നമ്മളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ദൈവത്തിന് അറിയാൻ പാടില്ല എന്നൊരവസ്ഥയില്ല. നമ്മളിൽ ദൈവീക ജീവൻ കിടക്കുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈസ്റ്റർ ഞായറാഴ്ച നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നതൊക്കെ പിടികിട്ടുന്നുണ്ടോ? വളരെ ഇല്ല, പിടികിട്ടുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. ഈസ്റ്റർ ഞായറാഴ്ച കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? സ്വീകരിച്ചു. അവർക്ക് ആദം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവീക ജീവൻ കർത്താവ് തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിക്കുക, വളരെ അടിയന്തരമായൊരു ചോദ്യം. അതിനുശേഷം ഈ ശിഷ്യന്മാരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നോ? വന്നില്ല. 100 വട്ടം വന്നില്ല. എന്നെ ശ്രദ്ധിച്ചു. മാമോദീസ സ്വീകരിച്ച നമ്മുടെ സ്വഭാവത്തിൽ
മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഉണ്ടോ? സത്യസന്ധമായിട്ട് പറ, ഉണ്ടോ? ഇല്ല, ഇല്ല, ഒരു സംശയം വേണ്ട. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നോ? മാറ്റം വന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് പത്രോസ് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുന്നത്. യുവമാര് നേരെ എഴുന്നേറ്റ് എമ്മാവൂസിലേക്ക് പോവാണ്. 7 ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ശിഷ്യന്മാരുടെ പേടി മാറിയിട്ടില്ല. അതിനുശേഷം കർത്താവിനെ അവര് പ്രഘോഷിക്കാൻ തുടങ്ങുന്നില്ല. അവരുടെ സ്വഭാവത്തിൽ മാറ്റം, അവർ പഴയ പണിയിലേക്ക് പോവാണ്. മാമോദീസ സ്വീകരിച്ച അനേകരുടെ അവസ്ഥ ഇതാണ്. കാരണം സ്വഭാവത്തിൽ കാര്യമായ ഒരു മാറ്റവും വന്നിട്ടില്ല. പള്ളി പോകുന്നുണ്ടോ? ഉണ്ട്. സ്വീകരിക്കുന്നുണ്ടോ? ഉണ്ട്. കുമ്പസാരിക്കുന്നുണ്ടോ? ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. നല്ല ഭക്തയാണോ? പിന്നെ ഇതിനേക്കാൾ വലിയൊരു ഭക്ത ഈ നാട്ടിലില്ല. പക്ഷേ കെട്ടിയവനോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ല. താഴാൻ പറ്റുമോ? ഇല്ല. അയൽവക്കക്കാരനോട് കരുണ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതിർത്തിക്കല്ല് മാന്തുന്നവനോട് അവനെ പരാകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച വന്ന് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. മക്കളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റുമോ? പറ്റില്ല. കുടിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. വലിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ചീത്ത വിളിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. മാമോദീസ സ്വീകരിച്ചാന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മാമോദീസ സ്വീകരിച്ചപ്പോ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു. പക്ഷെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ പാഷണ്ഡത പഠിപ്പിക്കുകയല്ല. ഇനി അടുത്ത ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമാവും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയാ. മാമോദീസ സ്വീകരിച്ച നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിവേശിപ്പിച്ചത് ദൈവീക ജീവനാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, മക്കളെ ഇത് പോരാ, ഇത് പോരാ. രണ്ടാമത് ഒരു പരിശുദ്ധാത്മ അഭിഷേകം കൂടി ഉണ്ട്. അത് വന്നാലേ സ്വഭാവത്തിൽ മാറ്റം വരൂ. എഴുന്നേറ്റോ. അതാണ് രണ്ടാം ഭാഗം. ഇപ്പൊ പരസ്യമാണ് സീരിയലിന്റെ. എഴുന്നേറ്റോളുക. ഇപ്പൊ സീരിയലിന്റെ പരസ്യമാണെന്ന്. എഴുന്നേര്. അടുത്തത് ഇത് കഴിഞ്ഞിട്ടാണ്. ചതി പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മക്കളെ, നന്നായിട്ട് പ്രാർത്ഥിക്കണം. നന്നായിട്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാഭിഷേകം വെളിപ്പെടും. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ശക്തി വെളിപ്പെടും. ഈ ശുശ്രൂഷ, അതായത് പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി നമ്മൾ പെന്തക്കോസ്തിയിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു. അത് ഒരു പ്രാവശ്യം മാത്രം നടക്കുന്ന കാര്യമല്ല. നിരന്തരം ഈ ആത്മാഭിഷേകം നടന്നുകൊണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ലോകത്തെ ഏത് സാധാരണ മനുഷ്യനെയും പോലെയും നമ്മൾ ജീവിക്കും. കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്ത്. ഒത്തിരി ദാഹിക്കണം. ഒരു ചെറിയ ദാഹം പോരാ, ചെറിയൊരാഗ്രഹം പോരാ. നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നു പ്രിയമക്കളെ, നന്നായിട്ടൊന്ന് ഉച്ചത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ചൊല്ലി പറഞ്ഞു ഹല്ലേലൂയ 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 സോയേ നന്ദി 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 സോയേ നന്ദി 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 ഹല്ലേലൂയ ഹല്ലേലൂയ സോയേ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ, തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനെ. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, എല്ലാ മക്കളും കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്. അകതാരിൽ ഉണർവിന്റെ പനിനീര് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ്, പാപവും പുണ്യവും വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, നല്ല വിശുദ്ധ ജീവിതം ജീവിക്കാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്, പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു തന്ന കാര്യങ്ങൾ ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മ അഭിഷേകം വെളിപ്പെടണമെങ്കിൽ പ്രിയമക്കളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ചോദിച്ച് ദാഹിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ തന്റെ ആത്മാവിനെ തരണമേ. ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദ നിൻ ജീവനേ, നിത്യസഹായകനേ. ദാഹിച്ച് പ്രാർത്ഥിച്ച്. തന്നാലും നാദ ആത്മാവിനെ ആശ്വാസദായകനേ, തന്നാലും നാദ നിൻ ജീവനേ, നിത്യസഹായകനേ.
നിത്യസഹായകനേ. അകതാരിലുണർവിന്റെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ. വരദാനവാരിതേ ഫലമേകുവാനായി അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാദാ നിൻ ജീവനേ നിത്യസഹായകനേ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമൊഴുകി വരൂ. പാപവും പുണ്യവും വേർതിരിച്ചേകുന്ന ജ്ഞാനമായൊഴുകി വരൂ. ആത്മീയ സന്തോഷം ദാസരിൽ നൽകുന്ന സ്നേഹമായി ഒഴുകി വരൂ. തന്നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാദാ നിൻ ജീവനേ നിത്യസഹായകനേ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. പെട്ടെന്നിരിക്കുക, നമുക്ക് സമയം കുറവാണ്. പെട്ടെന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചേ. രണ്ടാമത്തെ ഞായറാഴ്ച. അപ്പൊ ഈശോയ്ക്ക് അറിയാം ഈ ആദ്യത്തെ അഭിഷേകം പോരാ, രണ്ടാമത്തെ അഭിഷേകം വേണം. ശ്രദ്ധിച്ചേ, ഇതിന്റെ തുടർച്ച തിരിച്ചറിയണം, ഇത് തമ്മിലുള്ള കണക്ഷൻ തിരിച്ചറിയണം, ഇല്ലെങ്കിൽ അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഗ്രഹിക്കാൻ പറ്റില്ല. ഈശോയ്ക്ക് അറിയാം ശിഷ്യന്മാർക്ക് ഞാൻ ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചു. ഈശോയ്ക്ക് അറിയാം ഇത്. അതേ ഈശോയാണ് പറയുന്നത് ലൂക്കാ സുവിശേഷം അവസാനത്തെ അധ്യായത്തിലും, ലൂക്കായുടെ സുവിശേഷത്തിൽ അവസാനത്തെ അധ്യായത്തിലും, അപ്പസ്തോല പ്രവർത്തനത്തിലെ ആദ്യത്തെ അധ്യായത്തിലും നമ്മളത് കാണുന്നുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ജെറൂസലേം വിട്ടു പോകരുത്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കണം. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കുന്നത് വരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും, അവർ ഒരുമിച്ചിരിക്കുമ്പോൾ അവൻ അവരോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി ജെറുസലേമിലും സമരിയായാലും യൂദയായാലും ഭൂതലത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയപ്പെട്ടവരെ, മാമോദീസ എന്ന് നമ്മൾ പറഞ്ഞ് സ്വീകരിച്ചിരിക്കുന്ന ദൈവീക ജീവൻ സ്വീകരിച്ച അതേ അഭിഷേകം ഈസ്റ്റർ ഞായറാഴ്ച വൈകിട്ട് സ്വീകരിച്ച ശിഷ്യന്മാരോട് ഈശോ പറയാണ്, മക്കളെ ഇത് പോരാ, there is another anointing, there is a second anointing, ഒരു രണ്ടാം അഭിഷേകം വരാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ നഗരം വിട്ടു പോകരുത്. അങ്ങനെ ഈശോ അവരോട് പറഞ്ഞ പ്രകാരം 120 ശിഷ്യന്മാർ സിഹിയോൻ മാളികയിൽ പ്രാർത്ഥനാ നിരതരായി ഇരിക്കുമ്പോൾ, അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, അവർ ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ വലിയ ഒരു ശബ്ദം ഉണ്ടായി. അത് ആ കെട്ടിടം മുഴുവൻ നിറഞ്ഞു. ഓരോരുത്തരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ ഓരോരുത്തരുടെ മേലും വന്നു നിറയുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. ആത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് ആ സംഭവം. ഇത് 2-ാമത്തെ ഞായറാഴ്ചയാണ്. ആ ഞായറാഴ്ച പെന്തക്കോസ്തി ഞായറാഴ്ചയാണ്. ഈശോ കുരിശിൽ മരിച്ചതിന് ശേഷമുള്ള 50-ാമത്തെ ദിവസമാണത്. ഈശോയുടെ കുരിശ് മരണത്തിന് ശേഷം ഈശോ 40 ദിവസം ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. കൊറിന്തോസ് ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്ന പ്രകാരം 500ഓളം പേർക്ക് അവൻ പ്രത്യക്ഷനായി.
പൗലോസ്ലീഹായ്ക്ക് പ്രത്യക്ഷനായി. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ സ്വർഗാരോഹണത്തിന് മുമ്പ് ഈശോ 40 ദിവസങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം സ്വർഗാരോഹണത്തിന് ശേഷമാണ് ഈശോ പൗലോസിന് പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷെ ഈശോ ഭൂമിയിലായിരുന്ന സമയത്ത് 40 ദിവസം അനേകർക്ക് പ്രത്യക്ഷപ്പെട്ട് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. ശ്രദ്ധിച്ചിരിക്കുക. അതിനുശേഷം ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയാണ്. 40ാമത്തെ ദിവസം ആരോഹണം ചെയ്തിട്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ നഗരം വിട്ടു പോവല്ലേ, ഇവിടെ കാണണം, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം. ഉന്നതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവെന്ന സഹായകം വരും, രണ്ടാമത്തെ ഒരു അഭിഷേകം വരും. അതുകൊണ്ട് നിങ്ങൾ നഗരം വിട്ടുപോകരുത്. അങ്ങനെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 10 ദിവസം അവർ പ്രാർത്ഥിച്ചു. അതാണ് നമ്മൾ കാത്തിരിപ്പിന്റെ ദിവസങ്ങൾ, സ്വർഗാരോഹണത്തിന് ശേഷമുള്ള 10 ദിവസങ്ങൾ. പെന്തക്കോസ്തി ഞായറാഴ്ച, ഈശോയുടെ കുരിശുമരണത്തിന് ശേഷമുള്ള 50ാമത്തെ ദിവസമാണത്. പെന്തക്കോസ്തി ഞായറാഴ്ച വന്നതാണ് ഈ 2ാമത്തെ ഞായറാഴ്ച. അന്നാണ് ഞാൻ ഈ പറഞ്ഞ അപ്പസ്തോല പ്രവർത്തനം 2ാം അധ്യായത്തിൽ നടന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന അന്നാണ്. ശ്രദ്ധിച്ചിരിക്കുക. അന്ന് സംഭവിച്ചത് എന്താണ്? അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ അവർ ഓരോരുത്തരുടെ മേലും വന്നു. ആത്മാവ് അവരുടെ മേൽ വന്നു, അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു. എന്നെ നോക്കിയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മ, അവരുടെ മുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ അവരുടെ മേൽ വന്നു. അവർ ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഹൃദയത്തിന്റെ തികവിൽ നിന്നാണ് ആധരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ ഇതങ്ങോട്ട് നിറഞ്ഞു കഴിഞ്ഞപ്പോ താങ്ങി നിർത്താൻ പറ്റാത്ത ഒരു ദൈവാനുഭവത്തിന്റെ ശക്തി അവരിൽ വന്ന് നിറഞ്ഞപ്പോ അവർ അവരുടെ നാവിന്റെ നിയന്ത്രണം വിട്ടവരായി ആത്മാവ് നൽകിയ ഭാഷണപരമനുസരിച്ച് അവരെന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങി. ഇതാണ് സംഭവിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അപ്പസ്തോല പ്രവർത്തനത്തിലെ ഈ സംഭവത്തിന് ശേഷം പലരുടെ മേലും ഈ 2ാം അഭിഷേകം വരുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. സമറിയാക്കാരുടെ മേൽ വന്നു. കൊർണേലിയോസിന്റെ വീട്ടിൽ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിജാതിയരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴെല്ലാം ഇതുപോലെ അല്ല വന്നത്, പക്ഷെ സമാനമായ രീതികളിൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നെ ശ്രദ്ധിച്ചിരിക്കുക. കർത്താവ് പറഞ്ഞു നമുക്ക് 2ാമത്തെ ഒരു അഭിഷേകം വേണം. ആ അഭിഷേകം അതൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. അന്ന് നടന്നത് ആ അഭിഷേകം ശിഷ്യന്മാർ സ്വീകരിച്ചു. അത്രമാത്രം ഗ്രഹിക്കുക. ആ അഭിഷേകം അപ്പസ്തോലന്മാർ സ്വീകരിച്ചു. അതിനുശേഷം ചോദ്യം, അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നോ? മാറ്റം വന്നു. പിന്നെ ഒരിക്കൽ പോലും പിന്നീട് ഒരു ശിഷ്യനും യേശുവിന്റെ പിന്നാലെയുള്ള ജീവിതം ഉപേക്ഷിച്ച് തിരിച്ചു പോകുന്നതായി ബൈബിളിൽ നമ്മൾ കാണുന്നില്ല. പത്രോസ് മാരകമായൊരു പാപത്തിൽ വീഴുന്നതോ, പൗലോസ് ഒരു തിന്മ ചെയ്യുന്നതോ, ഏതെങ്കിലും വിധത്തിലുള്ള ദൈവം അനുവദിക്കാത്ത പ്രവർത്തികളിലേക്ക് ശിഷ്യന്മാർ പോകുന്നതോ പെന്തക്കോസ്തിക്ക് ശേഷം ബൈബിളിലില്ല. എന്നെ ശ്രദ്ധിച്ചിരിക്കണം പ്രിയപ്പെട്ടവരെ. പാപത്തോട് യുദ്ധം ചെയ്ത് തോറ്റവരല്ലേ നമ്മളീ പലരും. ഒരുപാട് പാപത്തെ അതിജീവിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ടവരല്ലേ നമ്മളീ പലരും. ഒരുപാട് തഴക്കദോഷങ്ങൾക്ക് അടിമപ്പെട്ട് എഴുന്നേക്കാൻ പറ്റാതെ കുരുങ്ങിക്കിടക്കുന്നവരല്ലേ. ഊരാക്കുടുക്കിപ്പെട്ടതുപോലെ കുരുങ്ങിക്കിടക്കുന്നവരല്ലേ നമ്മളീ പലരും. നമുക്കൊരു രക്ഷ വേണ്ടേ, ഒരു മോചനം വേണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. ഈ 2ാം അഭിഷേകം സഭയിലുണ്ട്, അത് പ്രാപിക്കണം. ഈ സെക്കൻഡ് അനോയിന്റിങ്ങിന് വേണ്ടിയാ. ഇതുകൊണ്ടാണ് പെന്തക്കോസ്തിയിൽ സഭ പറഞ്ഞത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നമ്മൾ ചടങ്ങിന് വന്ന് നിന്നാൽ ഈ ആത്മാഭിഷേകം കിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് നന്നായിട്ട് ഗ്രഹിക്കുക. 1ാമത്തെ കാര്യം ഇതാണ്. പെന്തക്കോസ്തിയിലെ പരിശുദ്ധാത്മാഭിഷേകം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ശിഷ്യനും അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയോ പാപത്തിൽ കുരുങ്ങിക്കിടക്കുകയോ, ചെറിയ ചെറിയ തെറ്റുകൾ വന്നിട്ടില്ലെന്നല്ല, പക്ഷേ ഒരിക്കൽ പോലും രക്ഷപ്പെടാനാവാത്തൊരു പാപത്തിൽ ശിഷ്യന്മാർ പോവുകയോ ചെയ്യുന്നതായി കാണുന്നില്ല. 1. 2, ഈ പെന്തക്കോസ്തി അഭിഷേകത്തിന് മുമ്പ് പത്രോസ്ലീഹായുടെ നാവിൽ നിന്ന് ഒരു വചനം പോലും വരുന്നതായി നമ്മൾ കാണുന്നില്ല. എന്നാൽ പെന്തക്കോസ്തിയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ പത്രോസ് എഴുന്നേറ്റ് നിന്ന് കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാരോടായി പറഞ്ഞു, യഹൂദ നിവാസികളെ, ജെറുസലേം നിവാസികളെ, നിങ്ങൾ എന്തിനാണ് അത്ഭുതപ്പെടുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജോയൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് പ്രവചിച്ചതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ആ നാളുകളിൽ എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവരുടെ പുത്രന്മാർക്കും പുത്രിമാർക്കും ദർശനങ്ങൾ ഉണ്ടാവും. അവരുടെ ചെറുപ്പക്കാർ സ്വപ്നങ്ങൾ കാണും. അവരുടെ വൃദ്ധന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാവും എന്ന് ജോയൽ പ്രവാചകൻ ജോയൽ 2:28 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനം പത്രോസ് എന്ന നിരക്ഷരൻ, പത്രോസ് എന്ന വിദ്യാവിഹീനൻ, പത്രോസ് എന്ന ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ കടന്നിട്ടില്ലാത്ത ഒരു പാവപ്പെട്ടവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, പെട്ടെന്ന് ഈ ആത്മാഭിഷേകം വചനത്തിന്റെ ജ്വാല കത്തിച്ചു.
രണ്ടാമത്തേത് അതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ എങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാം അഭിഷേകം ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് വചനം സ്വീകരിക്കാൻ, വചനത്തോട് ദാഹം, സ്നേഹം, ബൈബിളിനോടൊരു സ്നേഹം. എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇതിന് മുമ്പുള്ളൊരു കാലം, അതിന് ശേഷമുള്ളൊരു കാലം എന്ന് കൃത്യമായ ഒരു വിഭജനമുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ബൈബിൾ തൊടാൻ പറ്റാതിരുന്നൊരു കാലമുണ്ട്. ലോകത്തെ മറ്റേത് പുസ്തകവും വായിക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. ഇത് വായിക്കാൻ പറ്റില്ല, വായിച്ചാൽ ഒന്നും കേറില്ല, വായിക്കാൻ താല്പര്യമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെന്തക്കോസ്തിയിൽ വെളിപ്പെട്ട ഒരു ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ സ്നാനമുണ്ട്. ആ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ചാൽ രണ്ടാമത്തെ കാര്യം എന്താണ്? ദൈവവചനം ജീവിതത്തിലേക്ക് യാഥാർത്ഥ്യമാകും. മൂന്നാമത്തെ കാര്യം യേശുവിനെ രക്ഷകനാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ നമുക്കൊരു ശക്തി കിട്ടും. ഞാൻ തിരുവനന്തപുരത്ത് യുവതി യുവാക്കന്മാർക്ക് വേണ്ടി ഒരു ഫോർമേഷൻ പ്രോഗ്രാം നടത്തുകയായിരുന്നു. 3 ദിവസത്തെ ധ്യാനം. ആ ധ്യാനത്തിന് ഒരിക്കല് ആ ധ്യാനം നടക്കുന്ന സമയത്ത് ഇതാണ്, ആ പരിശുദ്ധാത്മ അഭിഷേകമാണ് ധ്യാനത്തിന്റെ തീം. ഇപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. അവർ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങളോട് പറയാത്ത കുറച്ച് മേഖലകളൊക്കെ പറഞ്ഞു. കുറച്ച് അക്കാഡമിക് മൈൻഡുള്ള കോളേജ് ലെവലിലെ പിള്ളേരാണ്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. അങ്ങനെ അവർക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് അവസാനത്തേതിന് തൊട്ടും 2-ാമത്തെ ദിവസം രാത്രിയിൽ ആരാധന നടത്തുകയാണ്. ഇപ്പൊ ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് ഡാനിയേലച്ചൻ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ചല്ല വരുന്നത്. ഞാൻ ഈ കുട്ടികളോട് പറഞ്ഞിരുന്നു. അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഈ സെക്കൻഡ് അനോയിന്റിങ് വരും. പക്ഷേ അത് വരാൻ പോകുന്നത് ഡാനിയേലച്ചൻ പറഞ്ഞ ടൈം ടേബിൾ അനുസരിച്ചല്ല. ഡാനിയേലച്ചന്റെ ടൈം ടേബിൾ അനുസരിച്ച് 3-ാമത്തെ ദിവസം ഉച്ചയ്ക്കാണ് പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷ, ഡാനിയേലച്ചന്റെ ടൈം ടേബിൾ. പക്ഷെ പരിശുദ്ധാത്മാവ് ഡാനിയേലച്ചന്റെ ടൈം ടേബിൾ അനുസരിച്ചല്ല വരുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിരിക്കും ദൈവാത്മാവ് നിങ്ങളെ നിറയാൻ പോകുന്നത്. ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിക്കാത്ത സമയത്തായിരിക്കും. രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകും. ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും നിങ്ങളിൽ ആത്മാവിന്റെ ജ്വലനം സംഭവിക്കാൻ പോകുന്നു. ചിലപ്പോൾ രാവിലെ അറിയൂ. എനിക്ക് അങ്ങനെയുള്ള മേഖലകളിൽ കുറേ അനുഭവങ്ങളുണ്ട് പലരുടെ ജീവിതത്തിലും ഞാൻ കണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് അതിന്റെ വെളിച്ചത്തിൽ ഞാൻ അവരോട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ ദിവസത്തെ വൈകിട്ടത്തെ ആരാധന നടക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പ്രചോദനം ഉണ്ടായി. എഴുന്നേറ്റ് പോയി ഒരു ചെറുപ്പക്കാരന്റെ തലയെ കൈവെക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്ന ആളെന്നല്ല, എഴുന്നേറ്റ് പുറകിലേക്ക് പോയി തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ ഏറ്റവും പുറകിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ ശുശ്രൂഷയ്ക്ക് പാത്രം കഴുകാനും അതുപോലെ പാത്രം എടുത്ത് വെക്കാനും അതുപോലെ മിനിമം കാര്യങ്ങളൊക്കെ ചെയ്യാനും വേണ്ടി അവിടെ ഒരു ശുശ്രൂഷകന്റെയും ശുശ്രൂഷകയുടെയും മകൻ കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അവൻ വന്നിട്ടുണ്ടായിരുന്നു. അവനാണ് ഏറ്റവും പുറകിൽ നിൽക്കുന്നത്. ഞാൻ ഏറ്റവും പുറകിൽ ചെന്നിട്ട് അവന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് തിരിച്ചു പോരുന്നു. ആരാധന നടത്തി. പിറ്റേ ദിവസവും ധ്യാനം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ ഈ സെക്കൻഡ് അനോയിന്റിങ് ഈ ചെറുപ്പക്കാരന്റെ മേൽ വന്നു. എന്ത് സംഭവിച്ചു എന്നറിയാമോ? കോളേജിലേക്ക് അവൻ ചെന്നാൽ അടുത്ത ദിവസം മുതൽ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് അവൻ ക്ലാസ്സിൽ ഒരു ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ജപമാല ചൊല്ലുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് മാർബേസിലിവ്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2-ാം വർഷം പഠിക്കുന്ന ചെറുപ്പക്കാരൻ അവൻ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് ഒരു ഫ്രീ അവർ കിട്ടി. വേറെ നോക്കിയില്ല, പോക്കറ്റ് ചെയ്ത് കൊന്ത എടുത്തിട്ട് കൊന്തയെല്ലാം തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഞാനൊരു ദിവസം പള്ളിയിൽ നിന്ന് പത്തനംതിട്ട ഭാഗത്തേക്ക് വരികയാണ്. എനിക്ക് കൂട്ടിനാരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവനോട് പറഞ്ഞു, എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ അവൻ വെമ്പായത്ത് വന്ന് നിൽക്കുകയാണ്. ഞാൻ പള്ളിയിൽ നിന്ന് നെടുമങ്ങാട് നിന്ന് എൻ്റെ പള്ളിയിൽ നിന്ന് വെമ്പായത്ത് വരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ സമയത്ത് എനിക്ക് ചെല്ലാൻ പറ്റിയില്ല. ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞാൽ ചെല്ലുന്നത്. ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? വെമ്പായത്ത് ഒരു വെയിറ്റിംഗ് ഷെഡിന്റെ മുമ്പിൽ എരിപൊരി വെയിലത്ത് കൊന്തയെടുത്ത് വിളിച്ച് ഈ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കൊന്തയൊല്ലി കൊണ്ട് നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിനെ സാക്ഷ്യപ്പെടുത്താനുള്ള നാണക്കേടങ്ങ് പോയി. അതാണ് ഈ അനോയിന്റ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഈ അഭിഷേകം കിട്ടുന്നവരെ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ഭൂതലത്തിന്റെ അതിർത്തിയുള്ളവരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. 2-3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് പാപത്തെ തോൽപ്പിക്കണോ? ഈ 2-ാം അഭിഷേകം ഇല്ലാതെ പറ്റില്ല. നിങ്ങൾ എത്ര ധ്യാനം കൂടിയാലും പറ്റില്ല. നമ്മൾ നല്ല പാട്ടൊക്കെ പാടി നല്ല സ്തുതിപ്പൊക്കെ നടത്തി ഭയങ്കര പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി നമുക്ക് എന്താണ് ഭയങ്കര വൈകാരിക അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നെ ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് നമ്മൾ സ്വർഗം തുറക്കപ്പെടുന്നതായിട്ട് കാണും, മാലാഖമാര് വരുന്നതായിട്ട് കാണും, പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് നിൽക്കുന്നതായിട്ട്. തെറ്റില്ല, നല്ല കാര്യം, അതൊക്കെ നടക്കണം. 4 ദിവസം കഴിഞ്ഞ് നമ്മൾ പഴയതിനേക്കാൾ മോശമായിട്ട് മാറും. ഇതല്ലേ നമുക്ക് പറ്റുന്ന അവസ്ഥ. എടാ, ധ്യാനം അങ്ങനെ ഉണ്ടായിരുന്നു, ഭയങ്കര അഭിഷേകം. നമ്മൾ എന്താ ഈ അഭിഷേകം ഉദ്ദേശിച്ചത്? നമുക്കുണ്ടായ ഇമോഷണൽ വൈബ്രേഷൻ, വൈകാരികമായ എക്സൈറ്റ്മെന്റ്. 4 ദിവസത്തെ ആയുസേ ഉള്ളത്. 5-ാം ദിവസം നമ്മൾ പഴയതിനേക്കാൾ മോശമാവും. സത്യമല്ലേ ഞാൻ പറയുന്നത്?
നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം പറ്റണോ? എന്നെ കേട്ടു, വിശുദ്ധ ജീവിതം, പാപത്തെ തോപ്പിക്കാൻ പറ്റണോ? ഒരു കെട്ടഴിക്കാൻ, ഏത് ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റണോ? നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റണോ? താഴാൻ പറ്റണോ? തോറ്റു കൊടുക്കാൻ പറ്റണോ? മനുഷ്യനോട് സ്നേഹം വരണോ? കരുണ കാണിക്കാൻ പറ്റണോ? മനുഷ്യരെ സഹായിക്കാൻ പറ്റണോ? വചനം പഠിക്കണോ? വിശുദ്ധ ജീവിതം വേണോ? You need a second anointing. You need the baptism in the Holy Spirit. പരിശുദ്ധാത്മ സ്നാനം വേണം. വിശുദ്ധ ജീവിതം, പാപത്തെ തോൽപ്പിക്കണം. രണ്ടാമത്തേത് വചനം നമുക്ക് പഠിക്കാൻ പറ്റണം. ദൈവിക കാര്യങ്ങളോട് തുറവി കിട്ടണം. മൂന്നാമത്തേത് യേശുവിനെ സാക്ഷ്യപ്പെടുത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ ശ്രദ്ധിച്ചു കേട്ടെ. ഞാൻ ചുരുക്കി പറയാൻ പോവാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ, പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപാട് പുസ്തകം 22-ാം അധ്യായം വരെയുള്ള പുതിയ നിയമത്തിലെ 29 പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ള ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ പറ്റണമെങ്കിൽ മാമോദീസയിൽ കിട്ടിയ അഭിഷേകം പോരാ. സിമ്പിൾ. മനസ്സിലാവുന്നുണ്ടോ? മാമോദീസയിൽ കിട്ടിയ അഭിഷേകം അതിന് പോരാ. ദൈവിക ജീവൻ നമ്മളിലേക്ക് പകരപ്പെട്ടു. മാമോദീസയുടെ വില കുറച്ച് ഞാൻ കാണില്ല, സഭ പഠിപ്പിക്കുന്ന കാര്യമാണ്. മാമോദീസയിൽ ദൈവിക ജീവൻ നമുക്ക് കിട്ടി. സ്വർഗ്ഗത്തിപ്പാൻ അത് മതി. പക്ഷെ ഈശോ പറഞ്ഞ പ്രകാരം ഈ ഭൂമി നിങ്ങൾക്ക് ജീവിക്കണോ? നിങ്ങൾക്ക് സമാധാനം, സുവിശേഷം തരുന്ന സമാധാനം വേണോ? കർത്താവ് ആഗ്രഹിക്കുന്ന ജീവിതം നയിക്കാൻ പറ്റണോ? പരിശുദ്ധാത്മാഭിഷേകം ഇല്ലാതെ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് ഇന്നത്തെ എന്നോടൊരു കാര്യം പറയാൻ പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. പുറകിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് മുന്നോട്ട് കയറി ഇരിക്കണമെന്ന് എനിക്കൊരു കുറിപ്പ് കിട്ടിയായിരുന്നു, ഞാൻ പറയാൻ മറന്നുപോയി. സാരമില്ല, ശ്രദ്ധിച്ചേ. അതായത് പരിശുദ്ധാത്മ അഭിഷേകം എന്നെ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഈ അഭിഷേകം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കിത് വേണം. ഇതിനെ പറ്റി ഏറ്റവും നല്ല സമയം ഏതാണെന്നറിയാമോ? വിശുദ്ധ കുർബാനയിൽ എപ്പിക്ലേസിന്റെ സമയത്ത് ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ചാൽ മതി. ആത്മാഭിഷേകം നിറയും. എനിക്ക് അനേകം വിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ സമയത്ത് ഞാനിത് അനുഭവിച്ചിട്ടുണ്ട്. ഈ അനോയിന്റിങ് നിറയും. പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവേ എന്നോട് ഉത്തരം വരണമോ. ഏലിയ കാർമൽ മലയുടെ മുകളിൽ നിന്ന് നിലവിളിച്ച പ്രാർത്ഥനയാണത്. അത് പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ്. ബലിവസ്തുക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആ സമയത്ത് ദൈവജനം പ്രാർത്ഥിക്കണം, മാമോദീസയിൽ ഞാൻ സ്വീകരിച്ച പരിശുദ്ധാത്മാഭിഷേകത്തോടൊപ്പം കർത്താവേ ഈ രണ്ടാം അഭിഷേകം തരണമേ. ഇത് നിരന്തരം നമുക്ക് വേണം. ഒരു പ്രാവശ്യം കിട്ടി പോരാ. എപ്പോഴും ഈ പരിശുദ്ധാത്മ സാന്നിധ്യവും നിറവും നമ്മളിൽ ഉണ്ടെങ്കിലേ പുതിയ നിയമം അനുശാസിക്കുന്ന ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റും. ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊരു 10-20 മിനിറ്റ് ആരാധന നടത്തി അവസാനിപ്പിക്കുകയാണ്. 8 മണി 8 ആകുമ്പോൾ തീരും. ധൃതിയുള്ളവർ, ആരെങ്കിലും വണ്ടിയെ കിട്ടാത്തവരുണ്ടെങ്കിൽ പോകുന്നുണ്ട്, വിരോധമില്ല. നമ്മൾ ഈ ആരാധനയുടെ സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. പ്രിയമക്കളെ, നമുക്ക് തലവേദന മാറുന്നത് നല്ലതാണ്. പക്ഷെ തലവേദന മാറി 5 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ നടുവേദന വരും. നടുവേദന മാറുന്നത് നല്ലതാണ്. നടുവേദന മാറി 3-4 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ കാലുവേദന വരും. അതൊക്കെ മനുഷ്യ സഹജമാണ്. ഞാൻ തെറ്റില്ല, എൻ്റെ ധ്യാനത്തിന് അങ്ങനെ മാറുന്നൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളുണ്ട്. അതിനേക്കാളൊക്കെ വലിയ കാര്യങ്ങളാണ് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റണം. എടാ, പള്ളിയിൽ പോകുന്നവന് അയലോക്കക്കാരനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ എത്ര നടുവേദന മാറിയാലും അവൻ നരകത്തിലേ പോകും. മനസ്സിലാവുന്നുണ്ടോ? അവൻ എത്ര ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ധ്യാനഗുരുവിന്റെ ധ്യാനം കൂടി എല്ലാ മാസവും അണക്കരെ പോകുന്നുണ്ടെങ്കിലും, നീ അയലോക്കക്കാരനെ അണക്കരയിൽ എല്ലാ മാസവും ഡൊമിനിക്കച്ചന്റെ ധ്യാനത്തിന് എല്ലാ മാസവും പോകുന്നുണ്ടെങ്കിലും നിനക്ക് നിന്റെ അയലോക്കക്കാരോട് ക്ഷമിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിന്റെ സ്ഥലം നരകമാണ്. മനസ്സിലായോ? ഞാൻ പറയുന്നത് നടുവേദനയും തലവേദനയൊക്കെ മാറുന്നത് നല്ലതാണ്. എനിക്കും മാറുന്നത് സന്തോഷമാണ്. കാരണം ഈ തലവേദനയൊക്കെ വരുമ്പോൾ എന്നാ വേദനയാ. എനിക്ക് ഡെങ്കുപ്പനി വന്നായിരുന്നു, എന്നോ തലവേദന എന്നറിയാം. അപ്പൊ അതൊക്കെ വരുമ്പോ ദൈവമേ ഇത് മാറണേ നമ്മൾ ആഗ്രഹിക്കും, നല്ലതാ അത്. പക്ഷെ അത് മാറിയില്ലേലും എടാ, നിനക്ക് ക്ഷമിക്കാൻ പറ്റുമോ? നിനക്കൊന്ന് താഴാൻ പറ്റുമോ? നിനക്കൊന്ന് തോറ്റു കൊടുക്കാൻ പറ്റുമോ? നീ 500 ധ്യാനം കൂടിയില്ലേ, നിനക്ക് നിന്റെ നാവിനെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റുമോ? നീ 5000 സ്ഥലത്ത് ഓടിയില്ലേ, നിനക്ക് നിന്റെ ജഡിക പാപത്തെ തോപ്പിക്കാൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് പോണ്ടെന്നല്ല, പോണം, ഞാനും പോവും അണക്കരെ, പോണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. മറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് നമുക്ക് വേണ്ടത്, നമുക്ക് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ, നടുവേദന തലവേദന മാറുന്നതിനേക്കാളും വലിയ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. എനിക്ക് സുവിശേഷം പറയുന്ന പോലെ കുറച്ചെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെങ്കിലും ജീവിക്കാൻ പറ്റണം. സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത് പോലെ, എനിക്ക് ഈശോ ആഗ്രഹിക്കുന്ന പോലെ കുറച്ചെങ്കിലും എനിക്കൊന്ന് ജീവിക്കാൻ പറ്റണം. നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു മിനിമത്തിലെങ്കിലും പോണ്ടേ. അവിടെ എല്ലാം പള്ളി പോക്ക്, പ്രാർത്ഥന, ധ്യാനം, പക്ഷെ ജീവിതത്തിൽ ഒന്നുമില്ല.
ജീവിതത്തിൽ മറ്റൊരു മനുഷ്യന് നമ്മുടെ ജീവിതം കണ്ടിട്ട് യേശുവിനോട് ഒരു സ്നേഹവുമില്ല. ഇവരിങ്ങനെയൊക്കെയാ ജീവിക്കുന്നെങ്കിൽ പിന്നെ നമ്മൾ നമ്മുടെ പഴയ മതത്തിൽ തന്നെ ജീവിച്ചാൽ പോരെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. എടാ, ഇവൻ ഈ പള്ളിയിൽ പോയിട്ട് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല, പിന്നെന്തിനാ നമ്മളതിനേക്കാൾ അന്തസ്സായിട്ട് ജീവിക്കുന്നത്? എനിക്കറിയാം എത്രയോ അന്യമതസ്ഥര് നമ്മളെക്കാൾ നല്ല നീറ്റായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ അവര് വിചാരിക്കും, എന്തിനാ പിന്നെ പാടുവിട്ട് നാണക്കേട് സഹിച്ച്? നമുക്ക് വേണ്ടത് ആത്മാഭിഷേകമാണ്, നമുക്ക് വേണ്ടത് വിശുദ്ധ ജീവിതമാണ്, നമുക്ക് വേണ്ടത് ശിഷ്യത്വമാണ്, നമുക്ക് വേണ്ടത് ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതാണ്. എഴുന്നേറ്റ് നിൽക്കാം, സ്തോത്രകാഴ്ച സ്വീകരിക്കുകയാണ്. നമുക്കറിയാം അനേകം ആവശ്യങ്ങൾ ദേവാലയത്തിനുണ്ട്. വലിയ ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളിലൂടെ ദേവാലയം കടന്നു പോകുന്ന സമയമാണ് അച്ഛൻ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സ്തോത്രകാഴ്ച കഴിഞ്ഞ ആഴ്ച അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പള്ളി പണിയുന്ന ഒരു മേശി അത്യാസന നിലയിലായിരുന്നു. അദ്ദേഹം ഡിസ്ചാർജ് ആയി ഭവനത്തിൽ എത്തിയിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട സഹോദരന് സാമ്പത്തിക പ്രയാസങ്ങളുണ്ട്. അദ്ദേഹത്തെ സഹായിക്കാനാണ് ഇന്നത്തെയും നാളെ ഞായറാഴ്ച കുർബാന മധ്യേ എടുക്കുന്ന സ്തോത്രകാഴ്ചയും. അതുകൊണ്ട് നിങ്ങൾക്കുള്ള സമ്പത്തിൽ നിന്നും ഉദാരമായി കൊടുക്കുവാൻ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. മുതിർന്നവർ സ്തോത്രകാഴ്ച എടുക്കുക, മുതിർന്നവർ കൈവശം സ്തോത്രകാഴ്ച പാത്രം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ധ്യാനത്തിന് ഇന്നത്തെ സാമ്പത്തിക കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന കുടുംബത്തെ പ്രത്യേകം ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മുട്ടുമേ നിൽക്കാം. ദിവ്യകാരുണ്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈശോയെ ഏറ്റവും സ്നേഹത്തോടെ